ജനീഷ് വരുന്നത് വ്യക്തിപരമായി കുറേയേറെ അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷം തന്നെ ജനീഷ് വരുമ്പോണ്ട്. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം പിന്തുണ തന്ന സഹപ്രവർത്തകനാണ് ഞാൻ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, അത് ജനീഷ് തന്നെ പലവണ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഞാൻ ഒഴിയുന്നതിനെ പറ്റിയും ജനീഷിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിനെ പറ്റിയും ഒക്കെ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞാനെങ്ങും പോയിട്ടില്ലല്ലോ. പ്രവർത്തനത്തിലേക്ക് കൂടുതൽ മുൻനിരയിലേക്ക് രാഹുലിനെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്ല, നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തൊന്ന് പ്രവർത്തിക്കുന്നതോ MLA ആയി പ്രവർത്തിക്കുന്നതോ MP ആയി പ്രവർത്തിക്കുകയല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തുടരുന്നതിന് നമ്മൾ മുൻനിര പിൻനിര എന്നൊന്നുമില്ല. നമ്മളെല്ലാ ദിവസവും മുൻപ് എങ്ങനെയാണോ രാഷ്ട്രീയം പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറയുന്നത്. അതിനെന്തെങ്കിലും ഒരു അഫിലിയേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് അഫിലിയേഷൻ ഉള്ള കാലത്തും തോന്നിയിട്ടില്ല, ഇല്ലാത്ത കാലത്തും തോന്നിയിട്ടില്ല. വലിയ സന്തോഷമല്ലേ? കാരണം മർദ്ദനം വാങ്ങിയ ഒരുപാട് ആളുകൾ പിൻകാലത്ത് MLA മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഗുണ്ടകളെ പോലെ മർദ്ദിച്ച ആളുകൾ, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വന്ന AD തോമസും കോഴിക്കോട്ട് നിന്ന് വന്ന VT സൂരജുമൊക്കെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത നവകേരള സദസ്സ് എന്ന് പറയുന്ന ആഡംബര അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള വലിയ സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ ഗൺമാന്മാരുടെ തല്ലുകൊണ്ട ആളുകളാണ്. ആ ഗൺമാന്മാർക്ക് തല്ലാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട്. VIP-യിൽ നിന്ന് മാറാൻ പാടില്ല, ഡിറ്റാച്ച്ഡ് ആകാൻ പാടില്ല എന്ന വ്യവസ്ഥയുള്ളപ്പോൾ അതൊക്കെ ലംഘിച്ച് നമ്മളിപ്പോൾ സമരം നടക്കുമ്പോൾ മർദ്ദനം ഉണ്ടാകുന്നത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മർദ്ദനം ഉണ്ടാകും, അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ പോകുന്നത്. പക്ഷേ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഗുണ്ടകളെ പോലെ ഉദ്യോഗസ്ഥന്മാർ മുന്നിലൂടെ അവരെ പ്രതികളായിട്ട് വരുമ്പോൾ ഈ നാട് അത്തരം കാര്യങ്ങൾ കൊടുത്ത മറുപടിയാണ്. സന്തോഷം. താങ്ക് യു. ഞാൻ ഇന്നലെ എന്താണോ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം അത് തന്നെ ഇന്നും ചെയ്യുന്നുണ്ട്, നാളെയും ചെയ്യും. അതിനകത്ത് പ്രത്യേകിച്ച് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നഷ്ടബോധമൊക്കെ ആണെങ്കിൽ ഒരു 10-20 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ട് തുടങ്ങിയിട്ട് അതിനകത്ത് ആകെ 1.5 വർഷക്കാലം മാത്രമാണ് ജനപ്രതിയായത്. ബാക്കിയുള്ള കാലത്തൊക്കെ ചെയ്തിരുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫീൽഡിലിറങ്ങിയുള്ള പ്രചരണം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും രാഹുൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഹുലിന്റെ ഒരു വീഡിയോ ആ രീതിയിൽ ഞാൻ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ വീടാന്തരം കയറിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഇഗ്നോർ ഇത്തവണ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തതേ ഉള്ളൂ. നമ്മളെപ്പോഴും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആകെ 1.5 വർഷക്കാലമാണ് ജനപ്രതിനിധിയായിട്ടിരുന്നത്. ജനപ്രതിനിധിയാണ് രാഷ്ട്രീയത്തിന്റെ അവസാനം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കുറേം കൂടെ പാർട്ടിയിലുള്ള സമയത്തും പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും വരുമ്പോഴൊക്കെ ഞാൻ നേതാക്കന്മാരോട് പറയാറുണ്ട്, എനിക്ക് പാർട്ടി പ്രവർത്തനമാണ്, പാർട്ടി ഭാരവാഹിത്വങ്ങളോടാണ് താല്പര്യം, ഒരു പാർട്ടിക്കാരനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അത്ര നഷ്ടബോധങ്ങളൊന്നുമില്ല. വലിയ സന്തോഷമാണുള്ളത്. ഈ കേസുകളുടെ കുറ്റപത്രമൊക്കെ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന എന്നോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും കരുതലുമുള്ള മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ കൊടുത്തതാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ബാക്കി കോടതി ഫൈറ്റ് ആണല്ലോ. കോടതി ഫൈറ്റ് വരും. ആ കോടതി ഫൈറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വരും. ഇന്നത്തെ ദിവസം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകണ്ട. എന്തായാലും ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ബാലൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ടോട്ടൽ റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരുണ്ട്, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള മന്ത്രിമാരുണ്ട്, പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പുതുമുഖമായിട്ട് വരുന്നു എന്നുള്ളത് മൊത്തത്തിൽ കേരളത്തിന് തന്നെ ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ലീഡർഷിപ്പിന്റെ ട്രാൻസ്ഫോർമേഷൻ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 80s ശേഷം നെക്സ്റ്റ് ജനറേഷനിലേക്ക് ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാണ് ശ്രീ VD സതീശൻ. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ്റെ ആളുകളുടെ ഞങ്ങളുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമാണുള്ളത്. പിന്നെ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണല്ലോ. എത്ര കാലം മാറ്റി നിർത്തിയാലും ജനം വിചാരിച്ചാൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് ശ്രീ VD. ശ്രീ ചാണ്ടിയുമ്മന് പോലും ഇല്ലാത്ത നിരാശ നമ്മൾ ആരെങ്കിലും അത് പങ്കുവെക്കേണ്ട കാര്യമില്ല. അദ്ദേഹമൊക്കെ ഒരു ട്രൂ പാർട്ടിക്കാരനാണ്. ശ്രീ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം താഴെത്തട്ടിലൂടെ KSUവിന്റെ സംഘടനാ പ്രവർത്തനമായി വന്ന ഒരാളാണ്. അയാൾ ഒരു പാർട്ടിക്കാരനാണ്. എന്നാൽ തന്നെ തിരിച്ചും മറിച്ചുമുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഒരു കോമയുടെ ഒരു മൗനത്തിന്റെയോ ഒരു സാധ്യത പോലും നിങ്ങൾക്ക് തരാതെ അതിനെയൊക്കെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. അതായത് പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളും പുറത്തു നിൽക്കുന്ന ഞങ്ങളുമെല്ലാം വലിയ ഹാപ്പിയാണ്. ഞങ്ങൾ ഓരോരുത്തരുമാണ് മന്ത്രിമാരായത്, ഞങ്ങളാണ് മുഖ്യമന്ത്രിയായത്, ഞങ്ങളാണ് MLA മാരായതെന്നുള്ളൊരു ഫീലിംഗ്, ഒരു ടോട്ടൽ ഫീലിംഗ് കേരളത്തിലെ എല്ലാ പ്രോ കോൺഗ്രസ് ആയിട്ടുള്ള ആളുകൾക്കും ഉണ്ട്. കാരണം ഞങ്ങളുടെ ഒരു വലിയ അധ്വാനമുണ്ട്. കേരളത്തിൽ ഓരോ കോൺഗ്രസ്, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എൻ്റെ നല്ല ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും UDF പ്രവർത്തകൻ്റെയും കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങൾ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. ജനങ്ങൾ അനുഭവിച്ചതിനെല്ലാം കൃത്യമായി കണക്ക് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു.